ധർമ്മസ്ഥലയിൽ പരാതിക്കാരുടെ കുടുംബത്തിന് നേരെയും ആക്രമണം. കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവന്റെ വാഹനം തകർത്തു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെയും ധർമ്മസ്ഥല ട്രസ്റ്റ് അനുകൂലികൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ധർമ്മസ്ഥലയിൽ 2012 ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ 17 വയസ്സുകാരി സൗജന്യയുടെ അമ്മാവൻ വിഡൽ ഗൌഡയുടെ വാഹനമാണ് അക്രമി സംഘം തകർത്തത്. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന അക്രമി സംഘം പരാതിക്കാരുടെ കുടുംബത്തിന് നേരെയും ആക്രമണം നടത്തിയത്. വിഡൽ ഗൌഡയുടെ വാഹനം ആക്രമിച്ച് ചില്ലുകൾ തകർക്കുകയും സീറ്റുകൾ കുത്തിക്കീറുകയും ചെയ്തു. ചൊവ്വാഴ്ച വൈകുന്നേരം സൗജന്യയുടെ പാങ്കളയിലെ വീട്ടിലേക്ക് പോകുന്ന റോഡിൽ വെച്ച് വാർത്താ ചിത്രീകരണം നടത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിരുന്നു. യൂട്യൂബർമാരായ അഭിഷേക്, അജയ്, സന്തോഷ്, അനീഷ് തുടങ്ങി 6 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം തകർത്തിരുന്നു. യൂട്യൂബർമാരെയും മാധ്യമപ്രവർത്തകരെയും ആക്രമിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ധർമ്മസ്ഥലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റേൺ സോൺ IG-യും ദക്ഷിണ കന്നഡ SP-യും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 5 ബറ്റാലിയൻ പോലീസിനെ ധർമ്മസ്ഥലയിൽ വിന്യസിച്ചു. വരും ദിവസങ്ങളിൽ കനത്ത സുരക്ഷയിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.